വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണ്. ഇന്ന് 170/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പഠിക്കണേ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ തിരുവനന്തപുരം, അതുപോലെ തന്നെ കോട്ടയം, തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ലകളില് 2024 നടന്നിട്ടുള്ള LGS എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ പഠിച്ചാലോ? കുറെ കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ പഠിക്കണേന്ന് അറിയോ? ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ പഠിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല. കാരണം കുറേ അധികം നമ്മൾ പഠിച്ചതാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ടോപ്പിക്സ് ആയിട്ട് ടീച്ചർ സൈഡിൽ കൂടെ വേറെ ക്ലാസ്സിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. പലരും കമന്റിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് GK പോർഷനിൽ നിന്ന് 80 മാർക്കും നേടിത്തരണം എന്നുള്ളത് തന്നെയാണ് ടീച്ചറുടെ ആഗ്രഹം. മാത്സ് ക്ലാസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അത്ര അധികം വരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാലും കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാന്നാ ചോദിച്ചേക്കണേ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 2. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ദാദാബായ് നവറോജി. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നത് ബീഗം ഹസ്രത്ത് മഹലാണ് എന്നുള്ളതാണ് ശരി. അടുത്ത ചോദ്യം എന്താണ്? PSC ഡിലീറ്റ് ചെയ്തതാണ് 5ാമത്തത്. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ത്രിവർണ പതാകയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് 1947 ജൂലൈ മാസം 22-ാം തീയതിയാണ് ഇന്ത്യയുടെ ത്രിവർണ പതാക, നമ്മുടെ ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭ അംഗീകരിക്കണം നമുക്കറിയാം അല്ലെ. ഇനി 1947 ജൂൺ മാസം 23-ാം തീയതി ഒരു ദേശീയ പതാകയ്ക്ക് വേണ്ടി ഒരു അഡ്ഹോക്ക് കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആ അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ഈ പതാക അംഗീകരിക്കുന്നത്. ആ ദേശീയ പതാകയ്ക്ക് വേണ്ടി രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇത്രയും കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു? റിപ്പബ്ലിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശത്തെ ഉറപ്പു നൽകുന്നു? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. അടുത്ത ചോദ്യം എന്താണ്? മലബാറിലെ കർഷക കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷന്റെ പേര് എന്താണ്? വില്യം ലോഗൻ കമ്മീഷൻ. കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദി പത്രമാണ്. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. അപ്പൊ നമുക്ക് ഇവിടെ G20 കൂട്ടായ്മയെ കുറിച്ച് G20 അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ G20യിലുള്ള അംഗരാജ്യങ്ങൾ ഏതൊക്കെയാന്ന് ടീച്ചർ ഒന്ന് എഴുതാം. ഒന്ന് ഓർത്തു വെച്ചോളൂ. ആരൊക്കെയാണ്? ഒന്ന് അർജന്റീന, അടുത്തത് ഓസ്ട്രേലിയ. അർജന്റീന, ഓസ്ട്രേലിയ ട്ടോ. ഓസ്ട്രേലിയ. അതുപോലെ തന്നെ ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ ട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ,
സൗത്ത് ആഫ്രിക്ക, തുർക്കി, ബ്രിട്ടൻ, അതുപോലെ തന്നെ അമേരിക്ക. ഇത്രയും രാജ്യങ്ങൾ ഉണ്ടെന്നൊന്ന് ഓർത്തു വെച്ചോളോട്ടോ എല്ലാവരും. എന്നാ അത് രൂപീകരിച്ച് 1999 എന്ത് രൂപീകരിക്കുന്നത്? G20 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം എന്താണ്? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ് ട്ടോ. അടുത്ത 19ാമത്തെ ചോദ്യം എന്താ? പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹിക നീതി, തുല്യതയിൽ അധിഷ്ഠിതമായ വളർച്ച, ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതിയുടെ പേര് 9ാം പഞ്ചവത്സര പദ്ധതി എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട്. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? HN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്നുള്ളതാണ്. 21 മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കണ്ട്ല, മംഗലാപുരം, ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത് എന്നുള്ളതാണ്. പെടാത്ത പട്ടണം ഏതാണ് പെടാത്തത്? മധുരയാണ് പെടാത്തത്. അടുത്തത് ബക്രാനങ്കൽ അണക്കെട്ടിനെ കുറിച്ചാണ് ചോദ്യം. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക. അത് സത്ലജിലാണ്. ഇതൊരു വിവിധോദ്ദേശ പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്? ഇത് തെറ്റാണ്. ഈ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. രണ്ടാമത്തെ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. സംസ്ഥാനത്ത് ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ് ചോദിക്കുന്നതെങ്കിൽ കിളിമാനൂരും. ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കിളിമാനൂരും. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പഞ്ചായത്ത്, പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുമണുമാണ് ഉത്തരം. ഇത്രയും കാര്യങ്ങളാണ് പച്ചത്തുരുത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ലഭ്യമായ സ്ഥലങ്ങളിൽ തനതായ മരങ്ങളും തദ്ദേശീയ സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പ്രകൃതിദത്ത വന മാതൃകകൾ രൂപീകരിക്കുക എന്നുള്ളതാണ് പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യമെന്നും കൂടി ഓർത്തു വെച്ചോളൂ. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരത്തിന്റെ പേര് ജീവൻ രക്ഷാ പതക് എന്നാണ്. അടുത്തത് 25ാമത്തെ ചോദ്യം, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? തൂത്തുക്കുടിയാണ്. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബരാലാച്ചല ചുരമാണ്. ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിരിക്കുന്നത്? 82.5 പൂർവ്വ രേഖാംശമാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി എന്നിവയിൽ നിന്നും എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഇന്ത്യയുടെ 73, 74 ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ ഈ ചോദ്യം 30ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് അടുത്ത ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ്സിൽ ഈ കമ്മിറ്റികളെ കുറിച്ച് ടീച്ചർ ഇടാട്ടോ. പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന കേരളത്തിലെ പ്രദേശം ഏതാന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇതും PSC ഡിലീറ്റ് ചെയ്തിട്ടാണ്. പ്രാചീന ശിലായുഗത്തെ കുറിച്ച് വിവരം നൽകുന്ന പ്രദേശം എന്നാണ് ചോദിച്ചേക്കണേ. ഇതില് ഈ പ്രദേശങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന എന്താ പറയാ അമ്പുകുത്തി മല, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹ, ഇതൊക്കെ എന്താണ് നവീന ശിലായുഗ കേന്ദ്രങ്ങളായിട്ടാണ് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ എടയ്ക്കൽ ഗുഹയാണ് പറയാ. അമ്പുകുത്തി മല നവീന ശിലായുഗ കേന്ദ്രം തന്നെയാണ് കേട്ടോ. അപ്പോ അത് ഉത്തരയില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പള്ളിക്കര എന്ന് പറയുന്ന വില്ലേജിലാണ്. ഏറ്റവും വലിയ കോട്ടയുടെ പേര് ബേക്കൽ കോട്ട എന്നാണ്. ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? അത് വൈക്കം സത്യാഗ്രഹമാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? കേരളത്തില് അല്ലെ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് നമ്മുടെ കേരളം 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? കാപ്പിയുടെ ഉൽപാദനത്തിലാണ്. കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇനി 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി? ആലപ്പുഴ ജില്ലയിലാണ്. ഡാറാസ് മെയിൽ എന്നാണ് അതിന്റെ പേര് അല്ലെ. ഇനി അടുത്തത് കേരളത്തിലെ കയർ ബോർഡിന്റെ ആസ്ഥാനവും ഒക്കെ എവിടെ തന്നെയാണ്? ആലപ്പുഴ തന്നെയാണ്.
കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ കലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിൽ ആദ്യത്തെ ഇക്കോ കയർ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണ്. കേരളത്തിൽ ആദ്യത്തെ കയർ ഗ്രാമം എന്നറിയുന്നതും ആലപ്പുഴ ജില്ലയിലെ വയലാർ എന്ന് പറയുന്ന ഗ്രാമമാണ് കേട്ടോ. വയലാർ എന്ന് പറയുന്ന ഗ്രാമമാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാലത്തെ ഗ്രന്ഥം ഒന്നേകാൽ കോടി മലയാളികളാണ്. EMSന്റെ പുസ്തകമാണെന്ന് ഓർത്തുവെക്കണം. അടുത്തത് 38. താഴെ പറയുന്നവയിൽ ആനമുടിയെ കുറിച്ച് തെറ്റായ പരാമർശം ഏതാണ്? വയനാട് ജില്ലയിലാണ് എന്നുള്ളതാണ്. ആനമുടി ഇടുക്കി ജില്ലയിലാണെന്ന് നമുക്കറിയാലോ. അപ്പൊ തെറ്റായ പരാമർശം C ആണ് കേട്ടോ. കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. കോതമംഗലമാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം. 2025 G20 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ് ആണ്. OJ ജനീഷ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് ആരാണ്? പൃഥ്വിരാജ് ആണ്. 44ാമത്തെ ചോദ്യം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ ഇത്രയും പഠിച്ചു വെക്കണം. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. എന്നാൽ സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സ് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. അദ്ദേഹത്തിന്റെ പേര് അർഷാദ് നദീം എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? 45. ലോക നാട്ടറിവ് ദിനം എന്നാണ്. ഓഗസ്റ്റ് 22 ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ് എന്നുള്ളതാണ്. അത് ഡെങ്കി വൈറസിനെതിരെ ഉള്ളതാണ്. അടുത്തത് 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാമത് ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കില്യൻ മർഫിയാണ്. 48ാമത്തെ ചോദ്യം. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? മാനന്തവാടി ട്ടോ. അപ്പൊ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി നമ്മുടെ VD സതീശൻ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ആരാണെന്ന് കമന്റ് ചെയ്തോളൂ. ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടീച്ചർ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. അടുത്തത് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? അർജന്റീനയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറ ലിങ്ക് എന്നാണ് കമ്പനിയുടെ പേര്. 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? നീലു എന്നാണ്. ഇത് 70ാമത്തെയാണ്. 71ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി നേടിയത് ആരാണ്? വീയപുരം ചുണ്ടനാണ്. ആരാണ്? വീയപുരം ചുണ്ടൻ. പഠിച്ചു വെക്കുക, വീയപുരം ചുണ്ടൻ ട്ടോ. വീയപുരം ചുണ്ടനാണ് 71ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചത്. വീയപുരം ചുണ്ടനാണ്. ഇനി ഭാഗ്യചിഹ്നം കാത്തു. ഭാഗ്യചിഹ്നം കാത്തു ആണ്. ഭാഗ്യചിഹ്നം എന്താണ്? കാത്തു. കാത്തു ആരാ? വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് കാത്തു. വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് കാത്തു ട്ടോ. അത്രയും കാര്യം ഓർത്തു വെച്ചോളൂ. 53ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചർവണകം, അഗ്ര ചർവണകം തുടങ്ങിയവ. 54 സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ D ആണ്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? സൽകീർത്തി ഏതാണ്? വെണ്ടയുടെയാണ് സൽകീർത്തി അല്ലെ. വെണ്ടയാണ് സൽകീർത്തി. എന്താണ്? വനാവകാശ നിയമം അല്ലെ. വന അവകാശ നിയമം 2006 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1984 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടന്ന സംസ്ഥാനം ഗോവയാണ്. 2004 മുതൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ സ്ഥിരം വേദി ഗോവയാണെന്ന് ഓർത്തോളോ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനാണ്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ് ശരി. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ് ശരി. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ ശരി.
അടുത്ത് തെറ്റാണ്. അപ്പൊ 1, 2, 3 ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. 61 തുല്യ വലിപ്പമുള്ള രണ്ട് സമതല ദർപ്പണങ്ങൾക്കിടയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആകണമെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആയിരിക്കണം. ഇനി 62ാമത്തെ ചോദ്യം. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ഏതാണ് ശരിയായത്? രണ്ടാമത്തെ ഓപ്ഷൻ സ്വന്തമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തത് ഒരു കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും മറ്റൊരു കാന്തത്തിന്റെ ഉത്തര ധ്രുവവും പരസ്പരം ആകർഷിക്കുന്നു. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ആൻസറുകൾ. 63 ധാതുക്കൾ, അയിരുകൾ, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല അല്ലെ, എന്നിവയെ സംബന്ധിച്ച ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാ? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്ത 64 വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷത ആയി വരാവുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് എന്നുള്ളതാണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ് എന്നുള്ളതാണ്. അടുത്തത് 65 സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സഹജ എന്നതാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് എന്താണ്? കൈരളി എന്നുള്ളതാണ്. അടുത്തത് 67ാമത്തെ ചോദ്യം. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം വുഹാനാണ്. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ടൈഫോയിഡ് ആണ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഫലപ്രദമായ ടെസ്റ്റ് മാമോഗ്രാം ആണ്. HIV ബാധിതരുടെ ടെസ്റ്റിംഗും കൗൺസിലിംഗിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനത്തിന്റെ പേര് ജ്യോതിസ് എന്നാണ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച ജില്ല മലപ്പുറമാണ്. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ കോളറയാണ്. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയുടെ പേര് ശലഭം എന്നാണ്. ജല സ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള ഏറ്റവും വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. 76 താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? എപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം. ജഗത് പ്രകാശ് നാഡ. അടുത്തത് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയുടെ പേര് എന്താണ്? അമൃതം ആരോഗ്യം എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് A പകരുന്നത്? മലിനമായ എന്താണ് ഭക്ഷണ പാനീയങ്ങളിൽ കൂടിയാണ്. 79ാമത്തെ ചോദ്യം. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? MAL എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? 80ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നിപ്പ, അതുപോലെ തന്നെ എന്താണ് എംപോക്സ് തുടങ്ങിയവയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ പഠിച്ചേ? എത്രാമത്തെ എന്നാ പറഞ്ഞേ? 25ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലേ. 5 ദിവസം കൂടി ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്. നമ്മൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ ആവും. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവിഷൻ ക്ലാസ്സിലേക്ക് കടക്കും. അപ്പൊ ഏകദേശം നമ്മള് ഒരു 8ാം തീയതിക്കോ, അപ്പൊ നമുക്ക് ഒരു മാസം കൂടി ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഹോട്ട് ടോപ്പിക്സുകളുടെ റിവിഷനും സിലബസ് അനുസരിച്ചിട്ടുള്ള റിവിഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷനും ഒക്കെ ഭംഗിയായിട്ട് നടത്താം കേട്ടോ. എങ്ങനെയായാലും നമ്മള് ഉയർന്ന മാർക്ക്, നിങ്ങൾ ഫുൾ മാർക്ക് മക്കളെ ധൈര്യമായിട്ട് ആ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക. വരണടുത്ത് വെച്ച് കാണാം. പേടിക്കേണ്ട കാര്യമില്ല. പേടിച്ച് നമ്മളെല്ലാ മാർക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എല്ലാ ആൻസറുകളും നമ്മുടെ തെറ്റൂട്ടോ. അപ്പൊ ധൈര്യമായിട്ട് ഭംഗിയായിട്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ.